अल्हम्दुलिल्लाह हमारे इंडिया तो न हिंदू का, न मुसलमान का, न क्रिश्चियन का, न बुद्धन का, न जैन का। ये इंडिया कोई खास पार्टी का नहीं, सबके लिए, सबका वतन है इंडिया। हिंदुस्तान हमारा वतन है। हिंदू, मुसलमान, क्रिश्चियन, बुद्धन, जैन और जो बाकी है सबका वतन है इंडिया। ये वतन इनका पाबंदी रखना, हिफाजत रखना, ये हमारी जिम्मा है। वो जिम्मेदारी हम हाथ में रखकर आपस में लड़ने के बगैर, आपस में जुल मिलकर ये इंडिया का तरक्की के लिए काम करना और मुसलमान के अकीदा हिफाजत करने के लिए काम करना, वो हिफाजत करने के लिए हम हुजूर सल्लल्लाहु अलैहि वसल्लम का पैरवी होना चाहिए, इत्तिबा होना चाहिए, मोहब्बत होना चाहिए। ये मोहब्बत से हम मुसलमान होता है। Anybody want Muslim separate state? They are free to go to Pakistan. ആരെങ്കിലും മുസ്ലിം സംസ്ഥാനം വേണ്ടവരുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. Muslim leader and Muslim League should understand. മുസ്ലിം ലീഗും മുസ്ലിം നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ they have not to answer Mahatma Gandhi. അവരെ മഹാത്മാഗാന്ധിയെ ഒരിക്കലും you have to answer Dr. Praveen Togadia. മഹാത്മാഗാന്ധിക്ക് ഉത്തരം പറയേണ്ടവരല്ല, നിങ്ങൾ ഡോക്ടർ പ്രവീൺ തൊഗാഡിയയ്ക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന് പറയുന്നതല്ല, വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങള്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല. ഹിന്ദുവും മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒരുത്തും വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മളും പറഞ്ഞു, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വക ബടായൊന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും, ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും, ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിംകളും എല്ലാവരും ചിന്തിക്കേണ്ടത്.